ഫാത്തി സലീം ദച്ചോമയും മാഹിയിലെ പെണ്ണുങ്ങളും എന്ന് പറഞ്ഞ നോവൽ എഴുതിയ എഴുത്തുകാരിയാണ് ഇപ്പം എൻ്റെ കൂടെയുള്ള ഫാത്തി സലീം. എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, ഞാൻ ഈ പുസ്തകം വായിക്കാൻ തുടങ്ങിയ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഒടക്കിയ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാഹിയിലെ പെണ്ണുങ്ങളെ കുറിച്ചാണ്. പ്രത്യേകിച്ച് ഈ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ തന്നെ മാഹിയിലെ പെണ്ണുങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ മാഹിയിലെ പെണ്ണുങ്ങളെ കണ്ടെക്കുക എന്നുള്ള ആ പാട്ടാണ് ഈ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ വായിച്ച സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വന്നത്. ഇതിൽ വായന തുടങ്ങിയ സമയത്ത് ഇതിൽ പറയുന്നൊരു സംഗതി സൗന്ദര്യത്തെക്കുറിച്ചാണ്, മൊഞ്ചിനെ കുറിച്ചാണ് ഈ മാഹിയിലെ പെണ്ണുങ്ങളെ കുറിച്ച് പറയാറുള്ളത്. അപ്പം മാഹിയിലെ പെണ്ണുങ്ങളുടെ മൊഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തടിച്ച ശരീരമാണ് എന്ന് ഇതിൽ ഒരിടത്ത് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? അത് മാഹിയിൽ മാത്രമേ ഉള്ളൊരു വിശേഷണമാണോ? കാരണം ഇന്നത്തെ കാലത്ത് കുരുന്നിനുള്ള പെണ്ണാണ് സൗന്ദര്യ സങ്കല്പം എന്ന് ആളുകൾ പറയാറുണ്ട്. ഇതിപ്പോ നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ കേട്ട് വളർന്ന കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്ത് വരുന്നത്. ഇന്നത്തെ കാലത്ത് അവിടെ മാറ്റങ്ങൾ എല്ലാ സ്ഥലത്തും ഉണ്ടായതുപോലെ ഉണ്ടായിരിക്കാം. മെലിഞ്ഞതും തടിച്ചതൊക്കെ അൺഹെൽത്തി എന്നൊരു തോന്നലും ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു വലിയ രീതിയിലൊരു മാറ്റം മാഹിയിൽ ഉണ്ടാവുമെന്ന് അറിയില്ല. ഇപ്പോഴും അങ്ങനെയൊക്കെ മാഹിന്റെ തന്നെയാണ്. അവര് ചിലപ്പോ അങ്ങനെ തന്നെ ആയിരിക്കും. അതായത് രണ്ട് തരം പെണ്ണുങ്ങൾ അവിടെ ഉള്ളത്. ഒന്ന് കോല് പോലുള്ള പെണ്ണുങ്ങളും, മറ്റൊന്ന് ഉരുണ്ട പെണ്ണുങ്ങളും. ഉരുണ്ട പെണ്ണുങ്ങൾക്കാണ് മാർക്കറ്റ് ഉള്ളതെന്നാണ് ഫാത്തി പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയല്ല, അവര് ആ ടൈമിലൊക്കെ ഇങ്ങനെ പറയും, ഈ സന്തോഷമായിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഹാപ്പി ആണെങ്കിൽ അവരെന്തായാലും വണ്ണം വയ്ക്കും. അപ്പൊ അവര് ഉരുണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അത് കമ്പയർ ചെയ്യുന്നത് അങ്ങനെയാണ്. ഒരാൾ ഹാപ്പി ആണോ അല്ലെങ്കിൽ നല്ല ഇതാണോ എന്നൊക്കെ ഉള്ളത് ഇവർ ഈ തടി വെച്ചിട്ടാണ് അവർ കമ്പയർ ചെയ്യുന്നത്. ദച്ചോമ പുസ്തകം പ്രസക്തമാവുന്നത് ഒരുപാട് രാഷ്ട്രീയം ഇതിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഉമൈബ എന്ന് പറഞ്ഞ ഒരു ചെറിയ കുട്ടിയുടെ കണ്ണിലൂടെയാണ് കാണുന്നത്. MTയുടെ ജാനകുട്ടി എന്ന് പറഞ്ഞ സിനിമയിൽ പറയുന്ന പോലെ തന്നെ ആ ഒരു കുട്ടിയുടെ കണ്ണിലൂടെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് അവരുടെ മനസ്സിൽ സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന ഒരുപാട് പ്രതികരണങ്ങളുണ്ട്. ആ പ്രതികരണങ്ങൾ യഥാർത്ഥത്തിൽ ചില രാഷ്ട്രീയം പറയുന്നുണ്ട്. ഇതിൽ തന്നെ കറുത്ത ആളുകളെ കുറിച്ച് നമ്മൾ കറുത്തവരെന്ന് പറയുന്നതിന് പകരം ഇരുണ്ട നിറമുള്ളവരെന്ന് പറയാറുണ്ട്. അതെങ്ങനെയാണ് ആ ഒരു വിശേഷണത്തിലേക്ക് ഫാത്തി എത്തുന്നത്? മാഹിയിൽ ഇപ്പൊ ഈ ഞാൻ പറഞ്ഞ പോലെ കോല് പോലെയും തടിച്ച പോലെയും ഒക്കെ ആ സമയത്തൊക്കെ യൂസ് ചെയ്ത് നമുക്ക് അതൊന്നും ബോഡി ഷെയ്മിംഗ് ഒന്നും അറിയത്തില്ല. ആ പിന്നെ നമുക്കൊരു ഇമ്മ്യൂണിറ്റി കിട്ടുന്നുണ്ട്. അത് നമ്മൾ ആ ബോഡി ഷെയ്മിങ്ങിന് ഇന്നത്തെ കുട്ടികളെ പോലെ എന്തെങ്കിലും കേൾക്കുമ്പോഴത്തേക്ക് തളർന്നു പോകുന്ന കുട്ടികളൊന്നും അല്ല എന്നുള്ളത് അത് ഉം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാറുണ്ട്. എനിക്ക് തോന്നുന്നത് പക്ഷേ ഈ നിറത്തിന് അവിടെ മാഹിയിൽ അങ്ങനെ ഇതില്ല. അവരത് ഒരു ഫേസ് കട്ട് നല്ല ലക്ഷണമുള്ളത് എന്നൊക്കെ പറഞ്ഞത് അത് ഞാൻ അങ്ങനെ ഇത് ചെയ്ത് കറുത്തത് വെളുത്തത് എന്നൊന്നും അവിടെ അത്ര ഒരു പറഞ്ഞു കേട്ടിട്ടില്ല. ഉം. പക്ഷേ ഈ തടിയുടെയും ഇതിൻ്റെയും ഒക്കെ അവർക്കൊരു കമ്പാരിസൺ ഉണ്ട്. ഈ സന്തോഷം ഇപ്പൊ ചില ആളുകളൊക്കെ ഗൾഫിൽ പോയി അത് നല്ല നല്ല സമാധാനം സന്തോഷം നല്ല ഉഷാറായിന് എന്നവർ പറയും. ഉം. ഈ ഉഷാറ് എന്ന് ഉദ്ദേശിക്കുന്നത് അവർ മെലിഞ്ഞിരിക്കുന്ന ഒരാളെ കൊണ്ട് പറയില്ല, പറയില്ല. തടിയാണ്. അത് ആണുങ്ങളെയും അവർ അതുപോലെ പറയും. പെണ്ണുങ്ങളെ മാത്രമൊന്നുമല്ല, ആണുങ്ങളുടെയും ബ്യൂട്ടി അസസ് ചെയ്യുന്ന ആളുകളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇവിടെയാണ്, മാഹിയിലാണ്. ബാക്കിയുള്ള സ്ഥലത്തൊന്നും ഞാൻ അത്രയും കണ്ടിട്ടില്ല. ഒരു ജെൻസിന്റെ ഇപ്പോഴൊക്കെ അതൊരു ട്രെൻഡും നമ്മൾ ജെൻസിനെ കുറിച്ചൊക്കെ പറയും. പക്ഷെ അന്നത്തെ കാലത്ത് തന്നെ അവർ പറയും പുതിയാപ്പിള നല്ല മൊഞ്ചുണ്ട്, പുതിയാപ്പിള അങ്ങനെയൊക്കെ അവർ അത് പറയാറുണ്ട്. പറയും. ഇതില് ഉമൈബ എന്ന് പറഞ്ഞ കഥാപാത്രം യഥാർത്ഥത്തിൽ ഫാത്തി തന്നെയാണോ? അല്ല, മുഴുവനായോ അല്ല. ഉം. പക്ഷേ ഉണ്ടാവുമല്ലോ കുറച്ചൊക്കെ നമ്മുടെ ആ ഒരു സാധനമുണ്ട്. പിന്നെ നമ്മുടെ കസിൻസ്, ഫ്രണ്ട്സ് അവരുടെയൊക്കെ ഓരോരോ നമ്മൾ ഡിസ്കസ് ചെയ്യുമല്ലോ. അപ്പൊ അതിന്റെയൊക്കെ ഒരു വേർഷൻ ഉണ്ട്. അന്നത്തെ കാലത്ത് ഉള്ളതുപോലെ അല്ല ഇന്ന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷമുള്ള മാഹി ഉണ്ടാവുക. ഇത് ഇന്നത്തെ മാഹിക്കാർ വായിക്കുന്ന സമയത്ത് റിലേറ്റ് ചെയ്യാൻ പറ്റും, പ്രത്യേകിച്ച് നമ്മളുടെ പുതിയ കുട്ടികൾക്ക്. പുതിയ കുട്ടികൾക്കും റിലേറ്റ് ചെയ്തിട്ട് അവർ അപ്പൊ പറഞ്ഞിട്ടുണ്ട്. ഇതിലിപ്പോ ഒരു മിത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് മൂന്തിക്ക്, അതായത് മഗ്‌രിബോട് അടുത്ത സമയങ്ങളിൽ പിന്നീട് ഊത് കത്തിക്കുന്ന ഒരു സംഭവം പറയുന്നുണ്ട്. ചന്ദനത്തിരി ആ കത്തിക്കുന്ന അത് കത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്ന അതെന്താണ് സംഭവം? മരിച്ച ആളുകൾ വരുന്ന ഒരു മണം, മണം ഇത് ഉണ്ടാവുന്നത്. വരുന്ന അപ്പൊ ഞാൻ ചോദിച്ചത് ആ ഒരു പിന്നെ മിത്തോ വിശ്വാസം എന്തോ ആയിക്കൊള്ളട്ടെ, ആ ഒരു സംഗതി ഇന്നും മാഹിയിലുണ്ടോ? അങ്ങനെ ഉള്ളൊരു വിശ്വാസമൊക്കെ ആ, വീടുകളുടെ അടുത്ത് പ്രദേശങ്ങളിലൊക്കെ അങ്ങനെ വരുന്നുണ്ടോ? മാഹിയിലുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ എന്റെ കസിൻസ് ഒക്കെ ഇപ്പൊ അവരൊക്കെ വലിയ ആയി അവരൊക്കെ പുറത്തൊക്കെ ആണെങ്കിലും ഈ മഗ്‌രിബിന് പുറത്ത് പോകരുത് എന്നൊക്കെ ഉള്ള ഒരു സാധനം അവരിപ്പോൾ ഈ റീസെന്റ് ഞാൻ എൻ്റെ കസിനുമായിട്ട് സംസാരിക്കുമ്പോൾ അവൾ ഖത്തറിലാണ്. അപ്പോൾ അവളെ മോളോട് മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്ന അകത്തേക്ക് കയറ് എന്ന് പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ അവർ വലിയ ഏജുള്ള ആളൊന്നുമല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അത് തലമുറകളായിട്ട് ഇങ്ങനെ കുറച്ച് കൈമാറി 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 വരും. ഇതിലിപ്പം പിന്നെ മാഹിയിലെ ഭാഷ ഒരുപാട് ഉപയോഗിച്ചു എന്നുള്ളത് ഇതിന്റെ അവതാരിക എഴുതിയ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി തന്നെ പറയുന്നുണ്ട്. മാഹിയിലെ ഭാഷയ്ക്കപ്പുറം മാഹിയിലുള്ള ഒരു സംസ്കാരമുണ്ട്, അവിടുത്തെ വിശ്വാസങ്ങളുണ്ട്, അവിടുത്തെ മിത്തുകളുണ്ട്. ഈ കാര്യങ്ങൾ പ്രത്യേകിച്ച് അവിടുത്തെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകളുടെയും മനുഷ്യന്മാരുടെയും ശരീരം എങ്ങനെയാണെന്നുള്ളത് അടക്കം പറയുന്നുണ്ട്. ഒപ്പം തന്നെ അവിടുത്തെ കല്യാണ വിശേഷങ്ങള്, ഭക്ഷണങ്ങള്, ഒരു മാഹിയെക്കുറിച്ചുള്ള ചരിത്രം പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ പുസ്തകം വായിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് ഇത് അത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്.
അങ്ങനെ ഒരു പശ്ചാത്തലം എങ്ങനെ രൂപപ്പെട്ടത്? ഞാൻ എപ്പോഴും ഓർക്കുന്നത് കല്യാണം കഴിച്ചത് മൂവാറ്റുപുഴയിലേക്കാണല്ലോ. ഉം. അപ്പോൾ പിന്നെ ബംഗാളിൽ താമസിക്കുന്നു, സ്ഥിരമായിട്ട് കൽക്കട്ടയിലാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് മാഹിയോടുള്ള ഇഷ്ടം. നമ്മൾ മാഹിയിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ജീവിക്കുമ്പോൾ മാഹിക്കുള്ള പ്രത്യേകത എന്താണെന്ന് നമ്മൾ അറിയില്ല. അവിടുന്ന് മാറിക്കഴിഞ്ഞപ്പോഴാണ് ഇതിൽ എഴുതാനുണ്ട്, പറയാനുണ്ട്, കഥകളുണ്ട് എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത്. അതാണ് മാഹി. ഈ പുസ്തകത്തില് ഞാൻ പലയിടത്തും ശ്രദ്ധിച്ചു, പാട്ട് കയറി വരുന്നുണ്ട്. പ്രത്യേകിച്ച് മലബാർ മുസ്ലിങ്ങൾ ചൊല്ലാറുള്ള ബൈത്തുകളൊക്കെ. ഫാത്തി പാടാറുണ്ടോ? പാടുന്നവരെ ഭയങ്കര ഇഷ്ടമാണ്. ഉം. പിന്നെ പാട്ട് ആസ്വദിക്കാറുണ്ട്, പാടാറില്ല. പുസ്തകത്തിലേക്ക് ചേർത്ത പാട്ടുകള് ചിലതൊക്കെ ഞാൻ കേൾക്കാത്ത പാട്ടുകളാണ്. അത് സ്വന്തമായി എഴുതിയതാണോ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൻ പ്രദേശത്ത് ഉള്ള പാട്ടിന്റെ വരികളാണോ? ഒന്നും പുതിയതായിട്ടൊന്നും ചെയ്തിട്ടില്ല, എല്ലാം ഇല്ല. അവിടെ അപ്പം ഉള്ളത്. ബൈത്തുകൾ വീട്ടിൽ ചെല്ലാറുണ്ടായിരുന്നോ? എന്റെ വാപ്പാടെ ഉമ്മാന്റെ ഉമ്മ ഉണ്ടല്ലോ, ആ തിത്തിമ, ഇങ്ങനെ ഭയങ്കര ബൈത്തൊക്കെ ചൊല്ലുന്ന ആളാണ്. അപ്പൊ ആ എനിക്ക് അത് അറിയാം. ഇതില് മറ്റൊരു സംഗതി ഉമൈബ കണ്ടെത്തുന്നത് അവിടെയുള്ള സ്ത്രീകളുടെ വസ്ത്രധാരണ രീതിയെക്കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട്. അപ്പൊ അതില് ഈ ഉമൈബ എന്ന് പറഞ്ഞ കുട്ടി മദ്രസയിൽ നിന്ന് ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്ന ഒരു കുട്ടിയാണ്. കുറച്ചും കൂടി പുരോഗമനപരമായിട്ടുള്ള ചോദ്യങ്ങളും ചിന്തകളും വരുന്നൊരു കുട്ടിയാണ്. എനിക്ക് തോന്നുന്നു ആ കുട്ടി അന്ന് 7ാം ക്ലാസ്സിൽ എങ്ങാണ്ടുള്ള ചെറിയ കുട്ടിയാണ്, പെൺകുട്ടിയായി മാറാത്ത ഒരു കുട്ടി. അവരുടെ ഒരു നിരീക്ഷണത്തിൽ വരുന്നത്, എനിക്ക് ഈ മിടി എടുക്കുന്ന സമയത്ത് കീഴ വരെ വരാൻ പാടില്ല, ആ സമയത്ത് എനിക്ക് തട്ടം കൊണ്ട് എൻ്റെ മുടി മറക്കുന്നു, എനിക്ക് ഇഷ്ടമില്ല. പിന്നീട് മുസ്ലിം സമുദായത്തിലല്ലാത്തൊരു കുട്ടീനെ കാണുന്ന സമയത്ത് അവരുടെ മുടി കാണുമ്പോൾ എനിക്ക് അതിനേക്കാളും കൂടുതൽ മുടിയുണ്ട് എന്നൊക്കെ ഇവർ നിരീക്ഷിക്കുന്നുണ്ട്. ഈ ഒരു നിരീക്ഷണം ഫാത്തിയുടെ ഭാഗത്ത് നിന്ന് വന്നത് ഈ മുസ്ലിം പെൺകുട്ടികൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ? മുസ്ലിം പെൺകുട്ടികളെ മൊത്തം റെപ്രസെന്റ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? അത് അങ്ങനെ പറയാൻ പറ്റില്ല, എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ. പക്ഷേ നമ്മുടെ ഇപ്പോൾ ഫ്രണ്ട്സ് ഒക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഈ തമാശക്കൊക്കെ പറയും. ഇപ്പൊ ആരെങ്കിലുമൊക്കെ ഒരുങ്ങി പോവുകയാണെങ്കിൽ ഇവർ പറയും, ഞാൻ ഒരുങ്ങിയ ഇപ്പൊ അതിനേക്കാളും എത്രയോ ഭംഗിയാണ്, പക്ഷെ ഞാനിത് ഇങ്ങനെ ഇടുന്നോണ്ടാണ് അല്ല, എന്ന് അപ്പൊ നമ്മൾ ഈ ചർച്ച ഈ ചെയ്യാറുണ്ട്. ഒരുങ്ങുക എന്ന് പറയുന്ന സമയത്ത് പിന്നീട് മുഖം മറക്കാതിരിക്കുക എന്നതാണ് അതുകൊണ്ട് അല്ല, ഉദ്ദേശിച്ചത്? മുഖം മറക്കാതിരിക്കുന്ന ആളുകളുണ്ട്, മുഖം എല്ലാവരും. മീൻസ് പക്ഷെ മുഖമല്ല, ഈ തലമുടിയൊക്കെ ഇല്ല മറക്കാതിരിക്കുക ഇല്ല, എന്നതാണോ എല്ലാവരും ഉദ്ദേശിച്ചത്? നന്നായിട്ട് ഒരുങ്ങുന്ന അപ്പൊ ആളുകളൊക്കെ എന്തുകൊണ്ടാണ് തന്നെയാണ്. നിങ്ങളിപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ മുസ്ലിം പെൺകുട്ടികൾക്ക് ഈ ഒരു ചിന്ത വരുന്നത് എവിടെ നിന്നാണ്? ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിം പെൺകുട്ടികളെ ഓൾ ഇൻ ഓൾ ആയിട്ട് ജഡ്ജ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ അവരൊക്കെ അങ്ങനെ ചിന്തിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. ഉം. പക്ഷെ നമ്മളിപ്പോൾ ഈ ലോങ് ഹെയർ ആയിട്ട് ഉള്ള ആളുകളൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, എൻ്റെ ഉം. ഫ്രണ്ട്സിൽ കുറേ ആൾക്കാരൊക്കെ ഭയങ്കര നല്ല ഹെയറും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, പക്ഷെ അവർ അത് ഉണ്ടെന്ന് നമ്മൾ അറിയുന്നില്ല. അത് ഉം. അപ്പോൾ അതങ്ങനെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. കുട്ടിയായിരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ കുറേ ഇതുണ്ടാവുമല്ലോ, അത് വെച്ച് നമുക്കിപ്പോൾ അങ്ങനെ എല്ലാ കുട്ടികളും അങ്ങനെ ആഗ്രഹിക്കുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. ചില ആളുകൾക്ക് തട്ടം കമ്പൽസറി ആയിട്ട് ഇല്ലെങ്കിൽ പ്രശ്നമുള്ള ആളുകളുണ്ട്, അവർക്കത് ഇല്ലെങ്കിൽ ഒട്ടും ശരിയാവത്തില്ല. അപ്പം ഞാൻ ആ രീതിയിലും ഉണ്ട്. അപ്പം ആ ഉടുപ്പിന്റെ കാര്യം പറഞ്ഞാൽ കുഞ്ഞുടുപ്പല്ല, കുഞ്ഞുടുപ്പ് ഇപ്പം നമ്മളെയൊക്കെ ആണെങ്കിലും മുട്ടിന് താഴെ ഇല്ലാത്ത ഉടുപ്പ് ഇടിക്കാൻ സമ്മതിക്കില്ല, ഉം. അതൊക്കെ ലെങ്ത് ഉള്ള ഉടുപ്പ് തന്നെയാണ്. ഉം. പക്ഷേ ഈ ഫ്രോക്കിന്റെ കൂടെ നമുക്ക് സ്കാർഫ് ഇടുമ്പോൾ അതൊരു മാച്ചിങ് അല്ലാത്ത പോലെയൊക്കെ അന്നത്തെ കാലത്ത് തോന്നിയിട്ടുണ്ടായിരുന്നു. അന്ന് ഇപ്പോൾ ഈ മാച്ചിങ് സ്കാർഫ് ഒന്നും കിട്ടുമോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പം നമ്മൾ ഉസ്താദിനെയൊക്കെ കാണുമ്പോഴാണ് നമ്മൾ കമ്പൽസറി ആയിട്ട് ഈ സ്കാർഫ് ഇടാനുള്ള പേടിയും അതും ഇതൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അന്നേരം അത് ഇതിന് മാച്ചല്ല, പക്ഷെ ഞാൻ ഇടേണ്ടി വരുന്നു, ഉസ്താദ് കണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നു എന്നാണ് ഇത്. അതിലിപ്പോൾ ഇങ്ങനെ ഒരു കുട്ടിക്കാലത്തുള്ള ഓരോ ചിന്തകളാണ് അത്. നമ്മുടേതുകൊണ്ട് അതാണ് അല്ലാത്തതുണ്ട്. അത്തരം ചിന്തകൾ ആ ചെറിയ പ്രായത്തിൽ കുട്ടികൾക്ക് വരുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഉണ്ടാവാം, കുട്ടികൾക്ക് ചെറുതായിട്ട് ഉള്ളപ്പോൾ ആലോചിക്കാം. പിന്നെ അത് അവർ എന്തെങ്കിലും കാര്യത്തിൽ സ്പിരിച്വലി നമ്മളത് അനലൈസ് ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരികളോട് ചോദിക്കാറുണ്ട്, എന്താണ് മുടിക്ക് ഇത്ര പ്രത്യേകത എന്ന് അത് ചോദിക്കാറുണ്ട്. മറ്റുള്ളവർ കണ്ടാൽ എന്താണെന്നുള്ളതാണ്. ഞാനിങ്ങനെ നമ്മൾ റിലീജിയസ് ആയിട്ട് ടോക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു ഇത്, അപ്പോൾ അവൾ പറയും, മുടിയില്ലാതെ നിന്നെ ആലോചിച്ച് നോക്കൂ എന്ന് പറയും. ലോങ് ഹെയർ അല്ല ആ ഉദ്ദേശിക്കുന്നത്, ഈ ഫുള്ളി ഇത് ചെയ്തിട്ടുള്ള മുടി. അപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് നമ്മളതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നും നോ ഇമ്പോർട്ടൻസ് ഒക്കെയാണ്. പക്ഷേ ഉണ്ടല്ലോ കുറേ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മളെല്ലാത്തിനും നമ്മളൊരു റീസൺ കണ്ടെത്തണം എന്നില്ല. ചിലതൊക്കെ നമ്മളോട് ഫോളോ ചെയ്യാൻ പറഞ്ഞാൽ നമ്മളത് ഫോളോ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. എല്ലാത്തിനും എന്താണ് റീസൺ എന്ന് പറഞ്ഞ് നമ്മൾ ഇത് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. ഇതിൽ ഏകദേശം 50ഓളം എന്ന് തന്നെ പറയാവുന്ന സ്ത്രീ കഥാപാത്രങ്ങളാണ് ഇതിൽ മുഴുവനായിട്ടുള്ളത്. അതിൽ സൂറമായി എന്ന് പറഞ്ഞ കഥാപാത്രത്തിന്റെ മുഖത്തെ മറുകിൽ വരുന്ന ഒരു രോമത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതെ. അത് പല സ്ത്രീകൾക്കും അങ്ങനെ വരാറുണ്ട്. ചില സ്ത്രീകൾക്ക് മീശ ഉണ്ടാവാറുണ്ട്, മറുകിലെ രോമം വരാറുണ്ട്. അത് കത്രിക കൊണ്ട് വെട്ടാൻ വേണ്ടി തോന്നി എന്നാണ് പറയുന്നത്. അത് ശരിക്കും ആക്ച്വലി സൂറമ്മായി എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഉള്ളതാണ്. അമ്മായി ഇപ്പൊ ജീവിച്ചിരിക്കില്ല, അപ്പൊ അമ്മായി എന്ന് പറയുന്ന ആള് ഉള്ളതാണ്, അമ്മായിക്ക് അങ്ങനെ ഒരു രോമം ഉള്ളതാണ്. അത് ഉമൈബ ചെറുതിൽ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവാം, അത് കഥയിൽ വന്നു അത്ര. പുസ്തകത്തിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങളുടെ ഇടയിൽ വിശ്വാസത്തെക്കുറിച്ചും ഇതിനെക്കുറിച്ചൊക്കെ പറയാറുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ കൂട്ടത്തിൽ പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നൊരു സംഗതിയാണ്, കുഞ്ഞുനാളിൽ ചെയ്യുന്ന തെറ്റുകളൊന്നും പടച്ചോന് അതിന് ശിക്ഷയൊന്നും ലഭിക്കില്ല. എന്നാൽ പ്രായപൂർത്തിയായതിനു ശേഷം, ഇതിൽ പറയുന്നത് തന്നെ ആർത്തവം വന്നു കഴിഞ്ഞാൽ സ്ത്രീ
ഒരു പെൺകുട്ടി സ്ത്രീയായി മാറി അവർക്ക് ബുദ്ധി ഉറച്ചു അല്ലെങ്കിൽ അവർ അക്കൗണ്ടബിൾ ആണ് എന്നുള്ളൊരു വിശ്വാസം മുസ്ലിങ്ങളുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെ ആർത്തവം വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾ വളരെ ശ്രദ്ധിക്കണം, പിന്നെ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പടച്ചവൻ ചോദിക്കുമെന്നുള്ളത്. അത്തരം കാര്യങ്ങളിലൊക്കെ പുസ്തകത്തിലേക്ക് വന്നതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അത് നമ്മളെല്ലാരും കുട്ടിക്കാലത്ത് മുതൽ പഠിച്ചു വരുന്ന ഒരു കാര്യമാണല്ലോ. നമ്മൾ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഇതൊന്നും നമുക്ക് അതൊന്നും നമ്മൾ തെറ്റ് ചെയ്യുന്നതും ശരി ചെയ്യുന്നതും കുട്ടി എന്ന നിലയിൽ തന്നെ പോവും. അത് കഴിയുമ്പോൾ നമ്മൾ എല്ലാ കാര്യത്തിനും അക്കൗണ്ടബിൾ ആണ്. അതിപ്പം ഉമൈബാന്റെ കാര്യങ്ങളായതുകൊണ്ടാണ് ആ പ്രായപൂർത്തിയാവുന്നത് പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞത്. പക്ഷെ നമ്മൾ പഠിച്ചേക്കുന്നത് ആൺകുട്ടിക്കും പെൺകുട്ടിക്കും അത് ബാധകമാണെന്നുള്ളതാണ്. ഇതിൽ ദച്ചോമ എന്ന കഥാപാത്രം അത്രയും പ്രായം ചെന്ന് അവസാനം മരിക്കുകയാണ്. അവരെക്കുറിച്ച് പറയുന്നത് ഈ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുകുട്ടിയായിരിക്കുന്ന ഉമൈബയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇത്തരം ഒരുപാട് കാര്യങ്ങൾ വിശ്വാസത്തെക്കുറിച്ചും നാട്ടിലെ ആചാരങ്ങളെക്കുറിച്ചൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ പരാമർശിക്കുമ്പോഴും ഇതിൽ വളരെ ഒരു അന്താരാഷ്ട്ര നിലയിൽ ചിന്തിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയം പറഞ്ഞു വെക്കുന്നുണ്ട്. 7ന്റെ വെള്ളം എന്ന് സെവനപ്പിനെ കുറിച്ച് പറയുന്നതിലുള്ള ഒരു കൗതുകം അല്ലെങ്കിൽ അതിൽ വരുന്ന ഒരു കോമഡി, അതിനേക്കാൾ അപ്പുറം ഫലസ്തീൻ രാഷ്ട്രീയവും അതേപോലെ തന്നെ ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുന്നതിനെ കുറിച്ചൊക്കെ കാസർഗോഡുള്ള തിത്തീമ എന്ന് പറഞ്ഞ പ്രായം ചെന്ന സ്ത്രീയിലൂടെയാണ് ഇത് അവതരിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു ചിന്ത ബോധപൂർവം കൊണ്ടുവന്നതാണോ, അല്ലെങ്കിൽ വളരെ സാധാരണ മട്ടിൽ അവിടെയുള്ള ആളുകളൊക്കെ ഇങ്ങനെ ചിന്തിക്കാറുണ്ടോ? അത് നമ്മളൊരു ബോധപൂർവം കൊണ്ടുവന്ന ഒരു കാര്യമല്ല. അത് ശരിക്കും സംഭവിച്ച ഒരു കാര്യമാണ്. അപ്പോൾ അന്നത്തെ സമയത്ത് ഇതേപോലെ കാസർഗോഡൊക്കെ ഒരുപാട് ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ പെപ്സിയും സെവനപ്പും ഒക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന ആളുകളാണ് അവിടെയൊക്കെ ഉള്ളത്. അപ്പം ഈ തിത്തീമാക്ക് സെവനപ്പ് 7ന്റെ വെള്ളം എന്ന് പറഞ്ഞ് ഭയങ്കര ഇഷ്ടമാണ്. അത് കുടിക്കുമ്പോൾ ഒരു മധുരവും ഗ്യാസൊക്കെ ഉണ്ടാകുന്ന ആ ഒരു ഇത് വെച്ചിട്ട്. അപ്പോഴാണ് ഈ ഒരു സംഭാഷണം അവിടെ നടക്കുന്നതും അപ്പം പറയുന്നത് ഇത് അമേരിക്കൻ്റെ ഉൽപ്പന്നമാണ്, അവരാണ് ഫലസ്തീനിൽ കൊല്ലാക്കല്, അത് ഇസ്രായേൽ എന്ന് പറഞ്ഞ് എടുത്ത പുള്ളോ എന്ന് പറയുന്നത് ഒക്കെ റിയൽ കോൺവെർസേഷനാണ്. അത് നടന്ന സംഭവമാണ്. അപ്പോഴാണ് ഈ ഉമൈബ പറഞ്ഞു കൊടുക്കുന്നത് അല്ല, അത് ഈ ഇസ്രായേലാണ്, പക്ഷേ എല്ലാ സഹായങ്ങളും അമേരിക്ക ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് ആ ഒരു തിരിച്ചറിവ് തിത്തീമാക്ക് ഉണ്ടാവുകയാണ്. അപ്പോൾ തിത്തീമ പിന്നെ 7ന്റെ വെള്ളം 7 അയലത്ത് അടുപ്പിക്കുന്നില്ല എന്ന് പറയുന്നത്. പിന്നെ അവർ ലൈഫിൽ അവരത് യൂസ് ചെയ്തിട്ടില്ല പിന്നെ തിത്തീമ. അപ്പം അതൊരു സ്ട്രോങ് ഡെസിഷനാണ്. പ്രായം ചെന്ന ആളുകൾക്ക് ഒരു തിരിച്ചറിവില്ലാണ്ടായി പോകുന്നതാണ്. ഇപ്പോഴും നമ്മളെ ഇടയിൽ ആ തിരിച്ചറിവില്ലാതെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും അത് കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഭീകരമായ ഒരു അവസ്ഥയാണത് നമുക്ക് കാണിക്കുന്നത്. മാത്രമല്ല ഗാസയിൽ നടന്ന ഈ പിന്നെ യുദ്ധസമയത്ത് ഇത് പത്രങ്ങളിൽ വാർത്തയായി വന്നതാണ്. വിശേഷിച്ചും പിന്നെ ദച്ചോമയുടെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു പരാമർശം വന്നു അതെ, എന്നുള്ളത്. ആളുകൾ പക്ഷെ അത് ഓർത്തിരിക്കുന്നത് നമ്മളിപ്പോൾ റീസെന്റ് ആയിട്ട് ഈ ഗാസ ഇത് ഇഷ്യൂസ് ഒക്കെ വന്നപ്പോൾ അത് അതിൽ ചേർത്തതാണെന്നാണ്. പക്ഷെ അല്ല, ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു റിയൽ ടൈം കോൺവെർസേഷൻ ആണ്. ഇതിൽ മറ്റൊരു കഥാപാത്രമാണ് മൂസാജിന്റെ സബീത്ത. എല്ലാ കഥാപാത്രങ്ങളും ഉമയുടെ കണ്ണിലൂടെയും ഉമേബയുടെ ചിന്തയിലൂടെയാണ് പോകുന്നത്. അപ്പോൾ മൂസാജിന്റെ സബീയത്തെ കുറിച്ച് നല്ല അഭിപ്രായം അല്ല ഉള്ളത്. മാത്രമല്ല അവർ എപ്പോഴും മുഞ്ചുള്ള പെണ്ണുങ്ങളെ കുറിച്ച് കൂടുതൽ പരാമർശിക്കും, കൂടുതൽ വർത്തമാനം പറയും. ഇവരും പർദ്ദയിട്ടൊക്കെ നടക്കുമ്പോഴും തൻ്റെ സ്വർണ്ണാഭരണങ്ങളൊക്കെ പുറത്തേക്ക് കാണിച്ചിട്ട് നടക്കുന്നൊരു സ്ത്രീയാണ്. പക്ഷെ അവരുടെ ഒരു ഉള്ളിലൊരു ആഗ്രഹമായിരുന്നു, എനിക്ക് മക്കത്ത് പോകണം, ഹജ്ജ് ചെയ്യണം, അവിടെ വെച്ച് മരിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു വിശ്വാസവും ദൈവവുമായിട്ടുള്ള ബോണ്ടിങ് ഒക്കെ ഇതിലേക്ക് കൂട്ടിച്ചേർക്കുക എങ്ങനെയാണ്? മൂസാജി സബീത്ത ഈ പറഞ്ഞ പോലെ ഒരുക്കം ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളാണ്. ഒരുപാട് സ്വർണ്ണാഭരണങ്ങൾ ഇടുന്ന ആളാണ്. അപ്പോൾ ഉമൈബ അതൊന്നും യൂസ് ചെയ്യാത്തതിൽ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയ ആളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഉമൈബക്ക് ഒരു ഇഷ്ടക്കുറവ്. എപ്പോഴും മുഞ്ചുള്ള പെണ്ണുങ്ങളുടെ ഒരു വീരഗാഥ പറയുന്ന ആളാണ് ഇവരെന്നാണ് പറയുന്നത്. ഒരു ദിവസം ഇവർ സംസാരിക്കുമ്പോൾ പറയുവാണ്, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം മക്കത്ത് വെച്ച് മരിക്കൽ എന്നാണ് എന്നുള്ളത്. അപ്പം ഉമൈബക്ക് അതൊരു പരിഹാസപൂർവ്വമാണ് കേൾക്കുന്നത്. കാരണം ഇത്രയൊക്കെ മൊഞ്ചും ഇത്രയൊക്കെ ഇതൊക്കെ കാര്യം പറയുന്ന ആൾ എങ്ങനെ മക്കത്ത് വെച്ച് മരിക്കണം എന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ അവരത് ഒരു കോമഡി പോലെയാണ് ഉമൈബ കേൾക്കുന്നത്. പക്ഷേ ആക്ച്വലി ലാസ്റ്റ് ആകുമ്പം അവർ സ്വർണ്ണാഭരണങ്ങളൊക്കെ വിറ്റ് മക്കത്ത് പോവുകയും അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ അത് ആക്ച്വലി നമുക്കൊരു ദൈവവുമായിട്ടുള്ള ഓരോരാളുടെ ഒരു റിലേഷൻ അല്ലെങ്കിൽ ഒരു ബന്ധം മറ്റുള്ളവർക്ക് അളക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. നമുക്കൊരാളെ കണ്ടിട്ട് അയാളുടെ പുറം അയാൾ എന്തൊക്കെ ചെയ്യുന്നു എന്നൊന്നും കണ്ടിട്ട് നമുക്കൊന്നും ഒരാളെ വിലയിരുത്താൻ പറ്റില്ല എന്നതാണ് ആ ഒരു ഇതുകൊണ്ട് എനിക്ക് തോന്നിയത്. അതോട് ചേർത്ത് ചോദിക്കാനുള്ളത് ഇതേ ഒരു റിലേറ്റഡ് ആയിട്ട് വരുന്നൊരു ചോദ്യമാണ്. ഇതിൽ ദച്ചോമ മരിക്കുന്നുണ്ട്. ദച്ചോമ മരിക്കുന്ന സമയത്ത് ഉമൈബ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ദച്ചോമ നരകത്തിൽ പോവാന്നുള്ളത്. ഫാത്തിയാണ് ഉമൈബ എന്ന് കരുതുകയാണെങ്കിൽ ഈ തരത്തിലുള്ളൊരു ചോദ്യം വരുന്നത് ഫാത്തിയുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന സംഘർഷങ്ങൾ എന്താണ്? നരകവും സ്വർഗവും ഒരു മുസ്ലിം സ്ത്രീ എന്നുള്ള നല്ല മദ്രസ എന്ന് പഠിച്ച സംഗതികളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു റെലവൻസ്
എങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് ഫാത്തി ചിന്തിക്കുന്ന സമയത്ത് വരുന്നത്? ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ രാഷ്ട്രീയ രംഗത്ത് ഉണ്ടായൊരു വിഷയമാണ് കെ ടി ജലീലൊക്കെ ചോദിച്ചത്, ഗാന്ധിജി പോകാത്ത സ്വർഗത്തിലേക്ക് എനിക്ക് ഇടം വേണ്ട എന്നൊക്കെ പറഞ്ഞ ഒരു സംഭവം കൂടി ഇതിനെ കൂടി ചേർത്ത് പറഞ്ഞ് സംസാരിക്കാവുന്നതാണ്. കുട്ടിക്കാലത്ത് നമ്മൾ മദ്രസയിൽ പോകുമ്പോൾ നമുക്ക് പടച്ചവൻ അല്ല ആ ഒരു നമ്മുടെ ദൈവവിശ്വാസം വളർത്തുന്നത് തന്നെ, കുട്ടികളോട് പറയുന്നത് തന്നെ നരകത്തിലിടും, ഇത് ചെയ്തില്ലേ നരകത്തിലിടും എന്നുള്ള ഒരു പേടിയാണ്. അപ്പം ഞാൻ ഇപ്പോഴും നമുക്ക് ആ ഒരു പേടി ഉള്ളിലുണ്ട്. പേടിപ്പിച്ചുകൊണ്ടാണോ നമ്മളത് ചെയ്യേണ്ടത് എന്ന് എനിക്ക് സ്നേഹത്തോടെ പറഞ്ഞ പടച്ചവന് ശരിക്കും ഏറ്റവും നമ്മളെ ഇപ്പം നമ്മളിപ്പോൾ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് പറയുന്ന അതിൻ്റെ അർത്ഥം തന്നെ ഏറ്റവും കരുണാനിധിയും കാരുണ്യവാനുമായ റബ്ബ് എന്നാണ് പറയുന്നത്. പക്ഷെ ആ ഒരു ഫോക്കസ് പോയിന്റിൽ പോലും നമ്മളോട് പറയാതെ ഇന്നത്തെ മദ്രസകൾ വ്യത്യാസമുണ്ട്. അവർ അത് അറിഞ്ഞ് ഇത് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അന്നത്തെ കാലത്തൊക്കെ ശരിക്കും നമ്മളോട് എപ്പോഴും നരകത്തിനെ പറ്റി പറയും. സിറാത്ത് പാലം അതിലൂടെ പോകും, വീഴും. അപ്പോൾ ശരിക്കും അതിൽ ഉമ്മയും സ്വപ്നം കാണുന്നുണ്ട്, കട്ടയിടാത്തപ്പോൾ നമ്മൾ അതിൽ പോയി വീഴുന്നതും ഒക്കെ. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളോ ഒന്നും അല്ല അതിൻ്റെ ഒരു ഇത്. നമ്മൾ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുമ്പോൾ അതൊന്നും അങ്ങനെയല്ല. ആർക്കും നമുക്ക് അങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല, ഇന്നാള് സ്വർഗത്തിലാണ് ഇന്നാള് നരകത്തിലാണ്. അപ്പോൾ നമ്മളത് സൂഫി പ്രോവബാണോന്ന് എനിക്കറിയില്ല, സൂഫി സെയിങ് ആണോന്ന്. അതിൽ പറയുന്നത് ദർ ഈസ് നോ ഫയർ ഇൻ ഹെൽ, എവറിബഡി ഹാസ് ടു ബ്രിങ് ദെയർ ഓൺ. അപ്പോൾ അതെന്താണ് അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നരകത്തിൽ ശരിക്കും തീയില്ല, നമ്മളാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ എന്താ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഒരു കണക്കിന് മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മൾ ആലോചിക്കുന്നത് പോലെ എനിക്ക് എൻ്റെ ഒരു തോന്നല്, മനുഷ്യൻ ആസ് എ ബീയിങ്, ഹ്യൂമൻ ബീയിങ്, നമ്മുടെ ഇതില് നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ഒരു വയലന്റ് സൈഡ് എല്ലാവരിലും ഉണ്ട്. എല്ലാ മനുഷ്യരും നമ്മൾ ചിലപ്പോൾ കുറ്റകൃത്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കാറില്ല, ഇതെങ്ങനെയാണ് ഇവർ ഇത്രയും ഇതായിട്ട് ഇതൊക്കെ ചെയ്യുന്നത്, എന്തുകൊണ്ടാണെന്നൊക്കെ ഒരു ആലോചന നമ്മളിൽ വരാറുണ്ട്. അപ്പോൾ എനിക്കെപ്പോഴും തോന്നാറ് മനുഷ്യൻ്റെ മനസ്സിൽ പലതരം ചിന്തകൾ ഇങ്ങനെ പോകുമ്പോൾ വളരെ നെഗറ്റീവായിട്ടുള്ള തോട്ടും എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മളൊരു സേവ് ഇത് ചെയ്ത് പോകുന്നത് ഇത്തരം റിലീജിയസ് കാര്യങ്ങൾ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതല്ലാതെ നമുക്കൊരു ക്രിയേറ്റീവ് ഈഗോ വരാറുണ്ട് ചിലപ്പോൾ. ഇങ്ങനെ ഒരു ഇല്ല, ഞാൻ ഈ റിലീജിയസ് തോട്ട്സ് ഒന്നും ഇല്ലെങ്കിലും ഞാൻ വളരെ നല്ല മനുഷ്യനാണ്. അത് ചിലപ്പോൾ ആളുകൾ ഉണ്ടാവാം അങ്ങനെ ഒരു പറ്റം, വളരെ മൈന്യൂട്ടാണ് ആ നമ്പർ, ആ ഒരു ഇത്. ബാക്കിയൊക്കെ എല്ലാ ആളുകൾക്കും ഒരു ശക്തിയെ പേടിയുണ്ടായാൽ മാത്രമായിരിക്കും ചിലപ്പോൾ ഒരു സമൂഹം എന്ന നിലക്ക് നമുക്ക് ആ ഒരു ഇതിൽ പോകാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നാറ്. അതാണ് അതിൻ്റെ കാര്യം.